എന്നുള്ളതാണ്. അവരവിടെ കാട്ടിക്കൂട്ടാൻ ശ്രമിച്ചത് ആചാര ലംഘനം മാത്രമായിരുന്നില്ല, ആചാര ലംഘനത്തിന്റെ മറവിൽ ശബരിമലയിൽ മോഷണം നടത്തുക എന്നുള്ളതാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ സഹമന്ത്രിമാരും കൂടി അവിടെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അയ്യപ്പ സംഗമം നടത്തി ഈ സർക്കാരിന് പറയുന്ന ഏതൊരു കാര്യത്തിലാണ് വ്യവസ്ഥയുള്ളത് എന്ന് നോക്കണം. കോടതിയിൽ പോയിട്ട് അവര് പറഞ്ഞു, ഞങ്ങൾ അയ്യപ്പ സംഗമം നടത്തുന്നത് ദേവസ്വം ബോർഡിന്റെയോ ശബരിമലയിലെയോ അല്ലെങ്കിൽ ഭക്തരുടെയോ 1 രൂപ എടുത്തിട്ടല്ല, പകരം സ്പോൺസർഷിപ്പിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾ അവിടെ അയ്യപ്പ സംഗമം നടത്തുന്നതെന്നാണ് അവര് പറഞ്ഞത്. എന്നിട്ട് സംഭവിച്ചത് എന്താണ്? 3 കോടി രൂപ ദേവസ്വം ബോർഡാണ് ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിന് വേണ്ടി ചിലവഴിച്ചത് എന്നുള്ള വിവരം ഇന്ന് വിവരാവകാശ രേഖയിലൂടെ നമ്മുടെ മുമ്പിലുണ്ട്. 3 കോടി രൂപ ദേവസ്വം ബോർഡാണ് ചെലവഴിച്ചത്. ആർക്ക് വേണ്ടിയിട്ടാണ് ചെലവഴിച്ചത്? അയ്യപ്പ സംഗമം എന്ന പേരില് അവിടെ എത്തിച്ചേർന്ന കുറെ VVIPകൾക്ക് താമസിക്കുവാൻ വേണ്ടിയിട്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ കുട്ടികളെയും കൂട്ടി ശബരിമലയിലേക്ക് പോകുന്ന സമയത്ത് ഒന്ന് വിരിവെക്കണമെന്നുണ്ടെങ്കിൽ പന്നികൾ ഉൾപ്പെടെ അതുവഴി മേഞ്ഞു നടക്കുന്ന സ്ഥലത്ത്, കഴുതകൾ ഉൾപ്പെടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സ്ഥലത്ത് അവയുടെ ഒന്നും ചവിട്ടുകൊള്ളാതെ നമ്മുടെ കുട്ടികളെ സുരക്ഷിതമാക്കി വളരെ കഷ്ടപ്പെട്ട് വിരിവെച്ച് കിടന്നുറങ്ങേണ്ടി വരുന്ന സാധാരണ ഭക്തരുള്ള സ്ഥലത്ത് അതേ ഭക്തരുടെ കാണിക്കയിലിടുന്ന പൈസ കയ്യിലെടുത്തുകൊണ്ട് ആ പൈസ വെച്ചുകൊണ്ട് ഇവരെവിടുന്നോ കൊണ്ടുവന്നിരിക്കുന്ന കുറെ ഇടത് ആക്ടിവിസ്റ്റുകളെ അയ്യപ്പ സംഗമം എന്നുള്ള പേരിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് അവർക്ക് 3 കോടി രൂപയ്ക്ക് അവർക്ക് താമസം ഹൈലൻഡ് റിസോർട്ടുകളിൽ ഉൾപ്പെടെ ഒരുക്കി കൊടുത്തുകൊണ്ട് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പേക്കൂത്തും കൊള്ളയടിയുമാണ്. ഇവർക്ക് ഈ സംഗമം നടത്തുന്നതിനകത്ത് എന്തോ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്. കുറച്ച് നാളായി തുടങ്ങിയിട്ട്. കുറെ നാള് ആഗോള കേരള സംഗമം എന്ന് പറഞ്ഞ് നടത്തി. എന്താ ഈ ആഗോള ലോക മലയാളി സംഘവും ലോക കേരള സംഘവും എന്തോ ഒരു പേരൊക്കെ ഇട്ടിട്ട് നടത്തി. എന്ത് സംഘമായാലും അതൊരു കൊള്ള സംഘമാണ്. ഇത് എന്തിനാ നടത്തുന്നത്? ലോകത്തുള്ള കുറെ ഇടതുപക്ഷ ചിന്തകരെ എല്ലാവരെയും കൂടി ഇവിടെ കൊണ്ടുവരിക, ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ എല്ലാവരുടെയും കൂടി ടാക്സ് പൈസ എടുത്തിട്ട് അതിനകത്ത് അവർക്ക് 5 സ്റ്റാർ താമസം ഒരുക്കുക, അവരെ മുന്തിയ റിസോർട്ടുകളിൽ കൊണ്ടുപോയി താമസിപ്പിക്കുക. 5 പൈസയുടെ പ്രയോജനം ആ സംഗമം കൊണ്ടൊന്നും കേരളത്തിന് മലയാളികൾക്ക് ഒരു തരത്തിലും ഉണ്ടാകുന്നത് നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല. അതിന്റെ മറ്റൊരു പതിപ്പാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന് തുടക്കം മുതൽ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നതാണ്. അതിന്റെ തുടക്കം മുതൽ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നതാണ്. അപ്പോ സർക്കാർ കോടതിയിൽ ഉൾപ്പെടെ പോയിട്ട് സത്യവാങ്മൂലം കൊടുത്തു. എന്താ? ഞങ്ങള് ഭക്തരുടെ പൈസ എടുക്കുന്നില്ല, ദേവസ്വം ബോർഡിന്റെ പൈസ എടുക്കുന്നില്ല, സർക്കാരിന്റെ പൈസ എടുക്കുന്നില്ല, മുഴുവൻ കാര്യങ്ങളും നടത്തുന്നത് ഈ പറയുന്നത് പോലെ എന്താണ്? സ്പോൺസർഷിപ്പിലൂടെയാണ്. ആരുടെയായിരുന്നു സ്പോൺസർഷിപ്പ്? ഒരാളുടെയും സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നില്ല. പകരം ഈ വേഷം കെട്ടല് അയ്യപ്പ ഭക്തരെ എന്ന് പറഞ്ഞ് വേഷം കെട്ടിച്ച് കൊണ്ടുവന്നിരുത്തിയ ആൾക്കാരെ മുഴുവൻ കൊണ്ടുവന്നിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ഭക്തരുടെ കാശിൽ നിന്ന് മാത്രമാണ്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ശാസ്താ ക്ഷേത്രത്തിനകത്ത് കൊടിമരത്തിന്റെ ഒരു ഊരം കൂടി പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ ബ്രേക്ക് ചെയ്തതാണ്. എന്താ? 6 മാസങ്ങൾക്ക് മുമ്പ് സ്വർണം പൂശിയ കൊടിമരം 6 മാസം കഴിഞ്ഞപ്പോൾ കറക്കാൻ തുടങ്ങി. ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്ന ഒരു പ്രതിഭാസമാണോ ഇത്? 6 മാസങ്ങൾക്ക് മുൻപ് സ്വർണം പൂശി സ്ഥാപിച്ച ഒരു കൊടിമരം 6 മാസങ്ങൾക്ക് ഇപ്പുറം കറുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്ത് തരം സ്വർണമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സ്വർണ്ണമൊക്കെ എവിടേക്കാ പോകുന്നത്? നമ്മള് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സിനിമ വലിയ കോൺഗ്രസ്റ്റായിട്ട് ഇന്ത്യയിൽ ഓടി, KGF എന്ന പേരിൽ, കോളാർ ഗോൾഡ് ഫീൽഡ് എന്നായിരുന്നു അതിന്റെ പേര്. സ്വർണ്ണമായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത്. ആ KGF-നേക്കാളും വലിയൊരു കൊള്ള സംഘമായിട്ട് AKGF മാറിയിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ആ KGF-ന്റെ മുമ്പില് ഒരു A ഇട്ട് കഴിഞ്ഞാല് അത് AKGF ആവും. എവിടെ? AKG ഭവൻ അല്ല, AK ഗോപാലൻ ഭവൻ അല്ല, പകരം അത് AK ഗോൾഡ് ഫീൽഡ് ആണ് എന്ന് നമ്മൾ മാറ്റി പറയേണ്ടുന്ന സാഹചര്യത്തിലൂടെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയം നിലവില് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള ദുഃഖകരമായിട്ടുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. കേരളത്തില് ഹൈന്ദവ സമൂഹത്തിലല്ലാണ്ട് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം, ദൗർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യം നിലവിലില്ല. മറ്റു ഒരു മതവിഭാഗങ്ങളുടെ ഒരു മതവിഭാഗത്തിനും ഇത്തരത്തിൽ സംഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതുമില്ല, അങ്ങനെ ആഗ്രഹിക്കാനും പാടില്ല. പക്ഷേ ദൗർഭാഗ്യകരം എന്ന് പറഞ്ഞുകൊണ്ടേ കേരളത്തിലെ ഹിന്ദു സമൂഹം മാത്രം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. കേരളത്തിലെ ഹൈന്ദവരുടെ ക്ഷേത്രങ്ങൾ മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്നു. ഏതെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു റിസീവർ ഭരണവുമായിട്ട് കടന്നു വരിക, ആരെങ്കിലും ഒക്കെ ഉള്ള കുറച്ച് അന്തം കമ്മികളെ കൊണ്ട് ചില പ്രശ്നങ്ങളകത്ത് ഉണ്ടാക്കിപ്പിക്കുക, അവരെ കൊണ്ട് കേസ് കൊടുപ്പിക്കുക, അതിനുശേഷം അവിടെ റിസീവർ ഭരണം ആക്കിപ്പിക്കുക, അതിനുശേഷം പതുക്കെ അത് പിടിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളുടെ മേലും വന്നിട്ട് ക്ലെയിം വയ്ക്കുക.
ഗുരുവായൂരിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. വളരെ ഭംഗിയായിട്ട് വളരെ ഗംഭീരമായി നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിലേക്ക് ഒരു ദിവസം രാവിലെ പടയും ഭണ്ഡാരങ്ങളുമായിട്ട് കടന്നു വന്ന് അവിടെ ഉണ്ടായിരുന്ന ഭക്തരെ മുഴുവൻ ഇറക്കി വിട്ട് ആ ക്ഷേത്രം പുറത്തു നിന്ന് വേറെ കൂട്ടി ദേവസ്വം ബോർഡ് പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. മറ്റ് ഏതെങ്കിലും